നമസ്തേ. പുനർജിനി യോഗ ലൈഫ് ജേണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിഷയം ബാക്ക് പെയിൻ. ഇപ്പോൾ എല്ലാവരിലും കാണുന്ന ബാക്ക് പെയിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പറഞ്ഞു പോകുന്നത്. ബാക്ക് പെയിൻ ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ബോഡി ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, മസിൽ സ്ട്രെയിൻ ഉണ്ടാവാം, ഓക്വേർഡായിട്ട് സഡൻലി ഓക്വേർഡ് ടേൺ ചെയ്യുമ്പോഴും മൂവ്മെന്റ് ചെയ്യുമ്പോഴും ഉണ്ടാവാം, ശാരീരിക പ്രശ്നങ്ങളുള്ളപ്പോൾ ഉണ്ടാവാം. എന്തിനു പറയും, നമ്മളിപ്പോൾ നമ്മുടെ റോഡിൽ വണ്ടി ഓടിക്കുമ്പം ബാക്ക് പെയിൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്ക് കൂടുതലുണ്ട്. 2 വീലർ ഓടിക്കുന്ന നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്കുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളുടെ ഭക്ഷണ രീതിയിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, മലബന്ധം കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാവാം. ഇതിനെയൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിലെ യോഗ പ്രാക്ടീസിലൂടെ, സം സ്ട്രെച്ചസിലൂടെ ഇതിനെ നമുക്ക് പരിഹരിച്ച് വളരെ ഗംഭീരമായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നിത്യേന ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചടപടയൊന്നും ചെയ്യാതെ മാറ്റിൽ വന്ന് കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് വളരെ റിലാക്സ് ചെയ്തതിന് ശേഷം ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം തുടങ്ങാൻ. അപ്പോൾ കണ്ണടച്ച് സ്വസ്ഥമായിട്ടിരിക്കാം. ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഇരുന്നിട്ട് ശരിക്കും ബ്രീതിങ് ചെയ്ത് സാവധാനം എക്സേലൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ, ആദ്യം നമ്മളിങ്ങനെ മലർന്ന് കിടക്കാണ്. കൈ രണ്ടും പതുക്കെ വിടർത്തി വെക്കുകയാണ്. കാലുകൾ രണ്ടും മടക്കുകയാണ്. ആംഗിളിൽ പിടിച്ചിട്ടൊന്ന് ഇരുവശങ്ങളിൽ വെക്കുകയാണ്. കൈ വിടർത്തി വെച്ചു. മാറ്റിന്റെ 2 അഗ്രങ്ങളിലായിരിക്കണം നമ്മുടെ കാൽപാദം. എന്നിട്ട് 2 കാലും ഒരേ സൈഡിലേക്ക് പോവാണ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കാം. ശരിക്കും ശ്വാസം നിറച്ചെടുത്ത് വിട്ടുകൊണ്ടേയിരിക്കാം. അതേപോലെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കാൽപാദം പൊസിഷൻ മാറ്റരുത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. തിരിച്ചു വരാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അടുത്ത സ്ട്രെച്ചിലേക്ക് പോവാണ്. കൈ പതുക്കെ ഇതേപോലെ തന്നെ വിടർത്തി വെച്ചു. റൈറ്റ് കാല് മടക്കി ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ. ലെഫ്റ്റ് കൈ കൊണ്ട് പതുക്കെ ഫ്ലോറിലേക്ക് നമ്മൾ പ്രസ് ചെയ്യാണ്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണ്. അരക്കെട്ടൊക്കെ ലൂസാക്കി കൊടുക്കുക. ശരിക്കും ശ്വാസം നിറച്ചെടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുക. തിരിച്ചു വരാം. അതുപോലെ തന്നെ ലെഫ്റ്റ് കാല് മടക്കി ബ്രീത്ത് ഇൻ. റൈറ്റ് കൈ കൊണ്ട് പതുക്കെ ഫ്ലോറിലേക്ക് വെക്കാം. ബ്രീത്ത് ഔട്ട്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണ്. ശരിക്കും ശ്വാസം നിറച്ചെടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുക. അരക്കെട്ട് പതുക്കെ ലൂസാക്കി കൊടുക്കുക.
താഴത്തെ കാല് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. ശ്വാസ നിശ്വാസങ്ങളിൽ ശ്രദ്ധിക്കുക. പതുക്കെ തിരിച്ചു വരാണ്. ഈ സ്ട്രെച്ച് നമ്മൾ 1 or 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് ബോഡി ഒന്ന് റിലാക്സ്ഡ് ആക്കിയതിന് ശേഷം നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ്. അടുത്തത് നമ്മൾ ഏകപാദ മേരുദണ്ഡാസന എന്ന ആസനയിലേക്ക് പോവാണ്. നമ്മളിത് തുടക്കം ബേസിക്കിൽ നിന്ന് തുടങ്ങാണ്. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കാല് പൊക്കുക. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ സ്റ്റൊമക്ക് ഒന്ന് ബൾജ് ചെയ്ത് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കാല് പൊക്കിയാൽ മതി. ആദ്യം ശ്വാസം എടുക്കും, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 45 ഡിഗ്രി ഉയർത്തി നിൽക്കുകയാണ്. സ്റ്റമക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അറ്റ്ലീസ്റ്റ് 10 seconds എങ്കിലും നമ്മൾ പൊസിഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് നോർമൽ ബ്രീത്ത് ചെയ്യാവുന്ന രീതിയിൽ നിൽക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 1, 2. സ്റ്റമക്ക് ടൈറ്റ് ചെയ്യാൻ മറക്കരുത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഡൗൺ. ഇത് നമുക്ക് പേര് 1, 2, 3 എന്ന രീതിയിൽ ഒരു 10 പ്രാവശ്യം ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു സെറ്റും കൂടെ ചെയ്ത് കാണിക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നോർമൽ ബ്രീത്ത് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഡൗൺ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇപ്പൊ നമ്മൾ ചെയ്ത ഏകപാദ മേരുദണ്ഡാസനയുടെ റിവേഴ്സ് ഒന്ന് ചെയ്യാം. കോമ്പൻസേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ അടുത്ത അർദ്ധശലഭാസന എന്ന ആസനയിലേക്കാണ്. ചിൻ ഫ്ലോറിൽ വെച്ചു. കൈ ഇങ്ങനെ വെക്കണേ വെക്കാം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുക. റെഡി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കാല് 45 ഡിഗ്രി ഉയർത്തി നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ലോവർ ബാക്കിന് സ്ട്രെങ്തനിങ് കൂടിയാണ്. സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നോർമൽ ബ്രീത്ത് ചെയ്യാം. റിലാക്സ്. ഞാൻ ഒരു സെറ്റ് കൂടെ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Relax. Breathe in, breathe out. Relax. അടുത്ത ഒരു ആസനയിലേക്ക് പോവുകയാണ്. ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ആസനയാണ് ഭുജംഗാസന. ഓക്കെ, ഗെറ്റ് റെഡി. ചിൻ ഫ്ലോറിൽ വെച്ചു. ഭുജംഗാസനയിലേക്കാണ്. ബ്രീതിങ് ചെയ്തുകൊണ്ട് ഉയർന്നു വരികയാണ്. അപ്പോൾ എൽബോ നമ്മളുടെ ശരീരത്തോട് ചേർത്ത് വയ്ക്കാം, അകത്തി വെക്കരുത്. റെഡി. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്ത് നോർമൽ ബ്രീത്ത് ചെയ്യുന്നു. പതുക്കെ നമ്മൾ ഉയർന്ന് തല ഉയർത്തി നോക്കുക. അവിടെയും നമ്മുടെ ലോവർ ബാക്കിൽ സ്ട്രെങ്തനിങ് നടക്കുന്നു. മസിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കുന്നു. കശേരുക്കൾക്ക് സ്ട്രെച്ച് നല്ലോണം കിട്ടുന്നു. റിലാക്സ്. ഇപ്പോ 1-2 സ്ട്രെച്ചസും 2 ആസനായും ഞാൻ കാണിച്ചു. അത് തുടങ്ങി വെക്കുക. നിങ്ങൾ ഡെയിലി തുടങ്ങി വെക്കുക. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വേറൊരു ആസനയുമായിട്ട് വരുന്നതായിരിക്കും. കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഈ നമ്മൾ നേരിടുന്ന ബാക്ക് പെയിൻ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.